ನಿಮ್ಮ ಜೀವನ ಶೈಲಿಗಳು ಏನು ಕೆಲಸ ಮಾಡ್ತಾ ಇದೀನಿ. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ചാവി അതിൻ്റെ ചാവിയല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ വേണം പോകാൻ. ഓക്കെ, ഉള്ളിൽ പോയിട്ട് കാണാം. ഇവിടെ തന്നെ താമസിക്കും. ഷെഡ് ഉണ്ട്, അവിടെ പോയി താമസിക്കും. ഡെയിലി കൃഷി ചെയ്യും. വീട്ടിലേക്കൊക്കെ എപ്പോഴാണ് പോവാ? ചെമ്മരിയാടുകളല്ലേ? മണ്ണായിട്ട് കെട്ടിയിട്ടുള്ള വീടാണ്. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വീടൊക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് എവറിബഡി. ഞാനിപ്പോൾ ഉള്ളത് കർണാടക ചാമരാജ് നഗർ ഡിസ്ട്രിക്റ്റിലുള്ള ശ്രീഹംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ ശ്രീഹംഗ്ലയിലാണ് ഞാനുള്ളത്. ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ ഇൻറ്റീരിയർ പ്ലേസുകളുണ്ട്, ഗ്രാമങ്ങൾ. അതിലൂടെ യാത്ര ചെയ്യാനാണ് ഞാൻ വന്നിട്ട്. പക്ഷേ ഞാൻ വണ്ടി എടുക്കാതെ വന്നത്. ഞാൻ ബസ്സിനൊന്നും ഇറങ്ങിയതാണ്. പക്ഷേ ബസ്സിനൊന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഞാൻ ഹംഗ്ല ടൗണിൽ ഇപ്പോൾ നിൽക്കുക. ഇവിടുന്ന് ഒരുപാട് ഹള്ളികളുണ്ട്. അതായത് ഉള്ളേരിയകൾക്ക് പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. പക്ഷേ അവിടെ വന്നിട്ട് അന്വേഷിച്ച സമയത്ത് ഈ ഗ്രാമങ്ങൾക്കൊക്കെ ഒരു സമയത്ത് ഒരു ബസ് മാത്രമേ പോവുള്ളൂ. അതിന് കണക്കാക്കിയാണ് അവിടുത്തെ ജനങ്ങൾ ഇങ്ങോട്ട് വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതല്ലാതെ വേറെ വല്ല മാർഗ്ഗങ്ങളും സ്വീകരിച്ച് വേണ്ടി വരും അങ്ങോട്ട് പോകാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ. ഹംഗ്ല ടൗണിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് മൈസൂർ റോഡാണ്. ഇത് ചെറിയൊരു അങ്ങാടിയാണ് കേട്ടോ. അങ്ങാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡ് കടന്നു പോകേണ്ടുന്നുള്ള ഒരു സ്ഥലം. പിന്നെ ഇവിടെ ചെറിയ കടകളും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു ഏരിയ ആണിത്. ഇവിടെ സ്കൂളും മറ്റൊക്കെ ഉണ്ട്. ചെറിയ പഴയ ബാർബർ ഷോപ്പ്, ചായക്കട അതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ പോകാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കട്ടെ. അങ്ങനെ പോകാൻ വല്ല ലിഫ്റ്റോ അല്ലെങ്കിൽ വേറെ വല്ല വണ്ടിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് പോകാം. ഓക്കെ, അവിടെ ഒരു ബാർബർ ഷോപ്പിൽ ഭയങ്കര കട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ കൂടുതലായിട്ട് പൂക്കൾ കൃഷി ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫ്രഷ് പൂമാലകളൊക്കെ അവിടെ ഇങ്ങനെ നമുക്ക് കിട്ടും. കണ്ട അവിടെ ഒരു വയസ്സായ ആളിരുന്നിട്ട് കച്ചവടം ചെയ്യണ്. ಗುರು ಅಲ್ಲಿ ಮುಂದೆ ಒಂದು ರೋಡ್ ಇದೆಯಲ್ಲ, ಅಲ್ಲಿ ಆ ರೋಡ್ ಒಳಗಡೆ ಯಾವ ಊರಿಂದೆ? ಪುತ್ತನ್ಪುರ. ಎಂತ ಹೋಗ್ಬೇಕು? ಬಸ್ ಬರುತ್ತಾ ಅಲ್ಲಿ? ಬಸ್ ಇಲ್ಲಂದ್ರೆ ಇದು ಆಟೋ ಆಟೋ ಹೋಗುತ್ತೆ. ಓಕೆ ಓಕೆ. ಎಷ್ಟು ದೂರ? ತುಂಬ ದೂರ ಅಂದ? ಹಾಂ, 3 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഉത്തൻപുറ എന്ന സ്ഥലത്തേക്ക് പോകാൻ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഷട്ടിൽ അടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. കൊണ്ട് അങ്ങോട്ട് ദിവസം 1 മണിയാകുമ്പോൾ ഒരു ബസ് വരും. ആ ബസ്സേ ഉള്ളതുകൊണ്ട് പോവുക. പക്ഷെ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് പോവുകയാണെങ്കിൽ 300 രൂപ 400 രൂപ വരും. ബസ്സിനാണെങ്കിൽ 5 രൂപയുള്ളൂ. നമ്മുടെ കടകളൊക്കെ ഉണ്ട്. നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് പരിപാടി തുടങ്ങാം. ഇല്ലെങ്കിൽ നമുക്ക് ആ റോഡിൽ കയറി നിന്നിട്ട് ആ റോഡ് വഴി പോകുന്ന ഏതെങ്കിലുമൊക്കെ വണ്ടിയോ അല്ലെങ്കിൽ ഓട്ടോ എന്തെങ്കിലുമൊക്കെ വരുമല്ലോ, സ്കൂട്ടി ബൈക്കൊക്കെ വരുമല്ലോ, അതിലേതെങ്കിലും കയറിയിട്ട് നമുക്ക് പോവാം. ലിഫ്റ്റ് വെച്ച് പോവാം. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതായത് നീലഗിരി ഭാഗത്തേക്ക് അധികം യാത്ര ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നീലഗിരി തേയിലപ്പൊടികളൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തേയിലപ്പൊടി അതുപോലെ തന്നെ ഇവിടുത്തെ ഊട്ടി വർക്കിയും മറ്റൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. അതായത് ഈ ഭാഗത്തേക്ക് വരാത്ത ആളുകൾ മേടിച്ചാൽ മതി. ഈ ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ നേരിട്ട് മേടിച്ചിട്ട് പോകുമായിരിക്കും ലാഭം. അതായത് ഈ കൊറിയർ ചാർജ് എല്ലാം കുറയും. ഇവിടേക്ക് വരാൻ സാധ്യതയില്ലാത്ത ആളുകൾ പിന്നെ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പിന്നെ ഇത് നമ്മുടെ ഒരു യാത്രക്കൊക്കെ വേണ്ടിയുള്ള ചിലവിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൈഡ് ബിസിനസ്സാണ്. നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സഹകരിക്കുക. ഇതുവരെ വന്നിട്ടുള്ള ഓർഡറുകളൊക്കെ നാളെ കഴിഞ്ഞ് ഞാൻ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ആരെങ്കിലും ഓർഡർ തരാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഓർഡർ അയയ്ക്കുക, ഞാൻ അയച്ചുതരാം. കർണാടകയിൽ വന്നാൽ ഒരു ചായ കുടിക്കൽ ഈസ് മസ്റ്റ്. ഇവിടെ ചായ ഉണ്ടോ? അതാ ചായ ഉണ്ട്. ടീ ഉണ്ടോ? ടീയോ? അപ്പോൾ ഇവിടുത്തെ ചായ ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങാം. ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് താഴേക്ക് നടന്നിട്ട് അവിടുന്ന് ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ കൈ കാണിച്ചിട്ട് കയറി പോകാൻ പറ്റും നോക്കാം. അല്ലെങ്കിൽ പിന്നെ 1 മണി വരെ നിൽക്കണം ബസ് വരണമെങ്കിൽ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നമ്മൾ ഇവിടെ വരുന്നെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ വണ്ടി കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് സമയത്തിന് എവിടെ എത്താൻ പറ്റില്ല. ഇവിടെ 1-2 ഓട്ടോറിക്ഷകളൊക്കെ നിൽക്കുന്നുണ്ട്.
ആളെ കയറ്റാൻ വേണ്ടി നിൽക്കണതാണ് ഷട്ടിൽ കളിക്കുന്നത്. എങ്ങോട്ടാ പോകണമെന്ന് അറിയില്ലല്ലോ, പുറകിലൊക്കെ ഇരുന്ന് പോകണതാണ്. ಆಟ ಎಲ್ಲಿ ಹೋಗಿದೆ, ಯಾವ ಊರಿಗೆ? ಅದು ಈ ಕೆರೆ ಕಲ್ಲಿಗೆಲ್ಲ ಕೇಳಾರೆ, ಆಟ ಗಂಟೆ ತಡಿ ಕೇಳಾರೆ ತಗೋದ ಬತ್ತ. ഇവിടെ അടുത്തുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണ്. അന്വേഷിച്ച് നോക്കട്ടെ. ഒരു രക്ഷയില്ല, നമുക്ക് വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു വില്ലേജിൽ ഒരു ബസ് മാത്രം. അപ്പോൾ ഏതായാലും ഞാനൊരു കുപ്പി വെള്ളമൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുത്തൻപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെയുള്ള ആ റോഡിൻ്റെ അവിടെ പോയി നിൽക്കാം. വല്ല പിന്നെ ബൈക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് അതിന് കയറിയിട്ട് വില്ലേജിലേക്ക് പോകും. അധികം ദൂരമൊന്നുമില്ല, പക്ഷേ വണ്ടിയില്ല, നമുക്ക് നടന്നു പോകാൻ എന്തായാലും പറ്റില്ല. ഹായ്, ഇതാരാണ് പറയ്? നിലകോട്ട. നിലകോട്ട ഒരാളവിടെ ഇപ്പോൾ കണ്ടല്ലോ ഞാൻ. അല്ല, നിലകോട്ടല്ല, പിന്നെ അവിടെ വണ്ടി ഓടിക്കുന്ന ഒരാളുണ്ട്. മൂപ്പര് അളിയനാണ് നിലകോട്ടല്ല. അവിടെ ചില റേഷൻ കടൻ്റെ ഓപ്പോസിറ്റ് മൂർത്തി, അതാ പേര് മൂപ്പര്. എൻ്റെ പേര് മൂർത്തി. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ വന്നപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാളെ നമ്മൾ കണ്ടു. പേര് മൂർത്തി. അപ്പോൾ നമ്മുടെ പഴയ നാട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പോൾ മൂപ്പരോട് വണ്ടി ഓടിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് പുത്തൻപുര പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നാടൊക്കെ കാണിക്കാൻ വേണ്ടി. ഇവിടെ തന്നെ പണിയില്ലേ? ആള് മലയാളമൊക്കെ സംസാരിക്കും കേട്ടോ. വീട് ഇവിടെ തന്നെയല്ലേ? മലയാളമൊക്കെ അറിയാം. അപ്പോൾ നമ്മളെ മൂർത്തിൻ്റെ വണ്ടി കയറിയിട്ട് നേരെ പുത്തൻപുര പോവാം. പുത്തൻപുര പോയിട്ട് നമുക്ക് അവിടുത്തെ വില്ലേജ് ഗ്രാമക്കാഴ്ചകളെ കണ്ടിട്ട് മടങ്ങി വരാം. ഓക്കെ, നമ്മളിവിടുന്ന് റോഡ് അകത്തേക്ക് കയറി. ഓക്കെ, ഈ റോഡ് നേരെ മൈസൂരാ പോകണം. നമ്മൾ പുത്തൻപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് കാണുന്ന സ്ഥലങ്ങളുണ്ടല്ലേ, ഇതേപോലെ ഒരുപാട് ഏരിയകളുണ്ട്, കൃഷി സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൽ കൂടെ ഒക്കെ നമ്മൾ യാത്ര ചെയ്യാന്നുള്ളത് അത്യപൂർവമാണ്. നമ്മൾ സാധാരണ വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡ് വഴിയല്ലേ യാത്ര ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ മൂർത്തിനെ കണ്ടതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമായി. മൂർത്തി കറക്റ്റായിട്ട് നമ്മളെ കണ്ടപ്പോൾ വണ്ടി എടുത്തു, നേരെ വന്നു. ഇതാണോ സ്ഥലം? ഓക്കെ. ഇവിടെ വെള്ളത്തിന്റെ ബണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കൃഷിക്കുള്ള അല്ലേ, പമ്പ് വെച്ചടിക്കണേ. പുത്തൻപുര എന്ന് പറഞ്ഞ ചെറിയ വില്ലേജിലേക്ക് നമ്മൾ എത്തി. അപ്പൊ നമ്മൾ പുത്തൻപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാ. അപ്പോൾ മൂർത്തിയാണ് നമുക്ക് ഇവിടുന്ന് ഒരാളെ കിട്ടി ഗൈഡ് ചെയ്യാനും ശരി, നമുക്ക് സ്ഥലങ്ങൾ കാണിക്കാനും ശരി. ഒരു ഗ്രാമത്തേക്ക് ഒരു അപരിചിതൻ വരുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മൂർത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ പേടിയൊന്നുമില്ല. ഭാഷ പ്രശ്നമല്ല, നമുക്ക് കന്നഡ ആകുമ്പോൾ ഒക്കെ തെറ്റേ സംസാരിച്ച് അടി വാങ്ങേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് ജസ്റ്റ് എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ഥലം. അപ്പോൾ ഇതാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കണ്ടല്ലോ. ഇവിടെ ഇത് അമ്പലത്തെ പരിപാടിയാ? അല്ലല്ലേ, കൃഷിക്കാരുടെ പരിപാടിയാ? ഓക്കെ. ഇവിടെ ഫുള്ള് കൃഷിക്കാർ തന്നെയല്ല അധികം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇവിടെ മൊത്തം കർഷകരാണുള്ളത്. അപ്പോൾ അവരെ ഒരു എന്തോ യോഗം നടക്കുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റേജും പരിപാടിയും പാട്ടൊക്കെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ഈ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അതൊക്കെ ഇവിടുത്തെ ഗ്രാമത്തെ ആൾക്കാർ മരത്തിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ടില്ലേ. നമസ്കാരം. നമസ്കാരം. അതൊക്കെ ಇವಿಡುತ್ತೆ ಗ್ರಾಮವಾಸಿಗಳಾണ്. ನಾ ಗೂಡಲ್ಲೂರಿಂದ ಬಂದಿದೆ. ನಿಮ್ಮ ಊರು ನೋಡ್ಬೇಕು. ಊರು ಫುಲ್ಲ ನೋಡಿ. ಯೂಟ್ಯೂಬ್ ನಿಮ್ಮ ಜೀವನ ಶೈಲಿಗಳು ಏನು ಕೆಲಸ ಮಾಡ್ತಾ ಇದೀನಿ, ಮನೆ ವ್ಯವಸಾಯ ಮಾಡೋರು ಎಲ್ಲ ವ್ಯವಸಾಯಿಗಳು, ಅವರೊക്കെ ವ್ಯವಸಾಯಿಗಳാണ്. ജീറോ വ്യവസായം ഇല്ല. മഴ കാരണമില്ലാന്നാ? മഴ ഇല്ലാന്നാ? മഴ കമ്മിയായ കാരണം ഇവർക്ക് ഇപ്പൊ കൃഷി വ്യവസായമേ ഡല്ലോ. എന്നാ കാരണം? വിലയില്ല, ಕೂಲಿ ಜಾಸ್ತಿ. അപ്പോൾ ತುಂಬ കഷ്ടമാಗಿದೆ. എന്താ പറഞ്ഞ പേര് മരത്തിന്റെ? പുങ്ക. തമിഴല്ലേ പുങ്ക?
ഈ മരത്തിൻ്റെ പേര് പുങ്ക മരം എന്ന് പറയും. ഇത് ചെറിയ മരമാണ് കേട്ടോ, പക്ഷേ ഇത് ഇനി ഒരുപാട് വലുതാവാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ അടിയിലിരിക്കാൻ നല്ല തണുപ്പാണ്. വെറുതെ അല്ല വരെ ഇരിക്കുന്നത്, നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ അടിയിൽ. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഫീൽ ആവുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോടൊക്കെ പോയി നോക്കാം. ഇവിടെ നിന്ന പാട്ട് നല്ല പാടുണ്ട്, കോപ്പിറൈറ്റ് വരും. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ഇത് നമ്മൾ കർണാടക സൈഡ് എവിടെ പോയി കഴിഞ്ഞാൽ ഇതേ കണ്ടീഷനിൽ തന്നെയാണ് വീടുകളുണ്ടാവുക. മക്കളൊക്കെ നിൽക്കണ്, ആൾ വണ്ടി എടുത്ത് ഇറങ്ങി. ആ മരത്തിൻ്റെ അടിയിൽ കയറി മിക്കവാറും. ഓക്കെ ഓക്കെ. ഇവിടേക്ക് ഓട്ടോറിക്ഷ ഷട്ടിലൊന്നും അടിക്കൂല അല്ലേ? ഇല്ല. ആ ഇതെന്താ അമ്പല? എവിടെ? പഴയ അമ്പല ഇതില്ലേ? ആ ഇത് നല്ല ഇതുണ്ടല്ലോ കാണാനല്ലേ. ഇത് ഇവിടെ ഇത് കിണറാ? അവിടെ ചെരുപ്പിടാൻ പറ്റുമോ? ഇതൊരു കിണറില്ല ഉണ്ടല്ലേ. ഇത് പഴയ കിണറാണ്, പക്ഷേ അതിൻ്റെ ഇതൊക്കെ കണ്ടില്ലേ, വലിക്കണ സാധനം തിരിയും അതൊക്കെ പൊയ്ക്കണട്ടാ. പക്ഷേ ഇതിൽ കിണറൊക്കെ തൂർന്നു പോയി. ഇവിടെ വീട്ടും പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയ ക്ഷേത്രമുണ്ട്. ഇതിപ്പോൾ ഇപ്പം ഇല്ലത്? ഇപ്പം ഇല്ല, പൂട്ടിക്കിടക്കുക. നല്ല ഇതാണല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. അതെന്തപ്പം ഇല്ലാത്ത? ഇവിടെ ഒരു അമ്പലം കണ്ടില്ലേ, പഴയ കാലത്ത് നല്ല വർഷം പഴക്കങ്ങളുള്ളതുണ്ട് അല്ലേ. 1968 ഉണ്ടായിരുന്നൊരു ക്ഷേത്രമാണ്. ഇപ്പോൾ പൂട്ടിക്കിടക്കുകയാണ്, വലിയ പൂട്ടൊക്കെ ഇട്ട് പൂട്ടിയിട്ടുണ്ട്. ഇതിന് മേലൊരു ഇതിൻ്റെ ശില്പമൊക്കെ ഉണ്ട്, പശുവിൻ്റെ. അതിനെന്താ പറയുക, ശിലക്കെന്താ പറയുമല്ലോ, നന്ദിയാ? ആ ഒരു നല്ലൊരു അമ്പലം. പക്ഷെ ഇപ്പോൾ ഇതാണ് തോന്നുന്നല്ലേ അമ്പലം ഇവിടെ. ഓക്കെ ഓക്കെ. ഇതിൽ കൂടെ അങ്ങനെ പോയാൽ ഇവിടെ ഈ വീടൊക്കെ കണ്ടില്ലേ, ഇത് മണ്ണിൻ്റെ ഓട് തന്നെയല്ലേ? മണ്ണിൻ്റെ ഓട് തന്നെയല്ലേ. വീടും മണ്ണാ? ഫുൾ മണ്ണല്ലേ? മണ്ണായിട്ട് കെട്ടിയിട്ടുള്ള വീടാണ്. അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു വീടൊക്കെ ഉണ്ട് ഇവിടെ, മണ്ണും കല്ലും അല്ലേ. വിൻഡോ ഒക്കെ കണ്ടില്ലേ എൻ്റെ? ഈ ഒരു വീടിൻ്റെ ബാക്ക് ഭാഗം, കുറച്ച് ഭാഗം പിന്നെ മണ്ണായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ. ഇവിടെ ഉത്തൻപുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു സ്കൂളാണ് കേട്ടോ ഇത്. കണ്ടൊരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ഒരു കോമ്പൗണ്ടൊക്കെയാണ്. അപ്പുറത്ത് കുറേ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. നല്ല ഗ്രൗണ്ട് പോലെയൊക്കെ കാണുന്നുണ്ടായിട്ട്. നമ്മൾ അവിടെ കണ്ട എന്താ പുങ്ക അല്ലേ മരത്തിൻ്റെ പേര്? പുങ്കാമരം എന്ന് പറഞ്ഞാൽ ആ മരം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഉണ്ട് ഈ മരം. ഇതിൻ്റെ അടിയിൽ നല്ല തണുപ്പാണ്. ഇത് വരുന്നിടത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു അങ്കണവാടി ഒക്കെ ഉണ്ട് സംഭവം. ഇവിടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. ജനങ്ങളോട് എല്ലാവരും കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ ഇവർക്ക് കൃഷിയൊക്കെ ഭയങ്കര ഡള്ളാണെന്നാണ് പറയുന്നത്. അത് പല കാരണങ്ങളും അവർ പറയുന്നുണ്ട്. എന്തൊക്കെയോ, പിന്നെ മഴ കൂടുതലാണെന്ന് ഒരാൾ പറഞ്ഞു, മഴ കുറവാണെന്ന് വേറൊരാൾ പറഞ്ഞു. പിന്നെ കൂലി കൂടുതലാണ് അത്ര. ഇവിടെ ജോലി ചെയ്യണ ജോലിക്ക് ആളെ വിളിക്കുമല്ലോ, അപ്പോൾ അവർക്ക് കൂലിയൊക്കെ കൂടുതലാണ്. അതിനനുസരിച്ചിട്ട് ഉൽപ്പന്നങ്ങളാവണില്ല. അങ്ങനെ പല പരാതികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ നടക്കുന്ന, ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന, ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു കെട്ടിടം പോലും ഈ കർഷകർക്ക് സംബന്ധമായിട്ടുള്ള അതിൻ്റെ എന്താണ്. ഇന്നിപ്പോൾ അവിടെ ഒരു പരിപാടി, പ്രോഗ്രാം നടക്കുന്നുണ്ട്. ആ പ്രോഗ്രാമും പിന്നെ കർഷകരുടെ സംബന്ധമായിട്ടുള്ള എന്തൊക്കെ യോഗങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ആ ഒരു കൃഷി ഏരിയകളിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഓക്കെ ഓക്കെ. മഞ്ഞൾ കൃഷി നടക്കുന്ന പാടങ്ങളാണത്, കണ്ടില്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം കൃഷികളാണ്. ഇവരുടേതായിട്ടുള്ള ഒരുപാട് കൃഷികളുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്കും ഇത് മഞ്ഞളിൻ്റെ അപ്പുറത്തേക്കൊക്കെ വേറെ എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ. ചോളൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെ കുറേ ക്യാബേജ് ആ ഭാഗത്ത് അല്ലേ, ആ ഭാഗത്ത് ക്യാബേജ് ഉണ്ട്, മഞ്ഞളുണ്ട്, വാഴയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ.
നമ്മളിവിടുത്തെ ഒരു കൃഷി സ്ഥലത്ത് ഇത് എന്താ സംഭവം, എന്താ കൃഷി എന്താ അറിയില്ല, ഇത് ഇട്ടിക്കണല്ലേ ഇവിടെ പമ്പ് ഉണ്ടല്ലേ ഇവർക്ക് ഇവിടെ. ഇത് പിന്നെ കറണ്ടൊക്കെ ഫ്രീ ആവണല്ലേ? ഇപ്പൊ ഇവർക്ക് ഇത് വെള്ളത്തിന് ഉപയോഗിക്കുന്ന മോട്ടർ എത്ര നേരം വേണമെങ്കിലും ഓടിക്കുക, അങ്ങനെ ഉണ്ടോ? ടൈമിങ് ആ ടൈമിങ്ങിന് ഒരു ഏരിയക്ക് ഒരു ടൈമിങ് 6 മണി തൊട്ടിട്ട് 11 മണി വരെ. 11 മണി കഴിഞ്ഞാൽ 6 മണി വരെ വേറെ സ്ഥലത്ത്. രാവിലെ 6 മണി തൊട്ടിട്ട് രാവിലെ 11 മണി വരെ ഒരു ഏരിയ. അത് കഴിയുമ്പോൾ 11 മണി തൊട്ട് പിന്നെ 6 മണി വരെ വേറൊരു ഏരിയ. പക്ഷെ വെള്ളം കിട്ടുമല്ലോ ഒരാഴ്ച മാറ്റി കൊടുക്കും. ഓ അങ്ങനെയാണല്ലേ. ഇതൊക്കെ ഈ ബണ്ടിലൊക്കെ ഇത് ടാങ്ക് പോലത്തെ ഒക്കെ അവർ കർഷകർ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ, കൃഷിക്കാർ കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. അത് സ്വന്തമായിട്ട് കറണ്ട് മാത്രം ഫ്രീ ആയി കിട്ടും. കറണ്ട് ഫ്രീ ആയി കിട്ടും. തരുമോ? സബ്സിഡി വെച്ച് കൊടുക്കും അല്ലേ? ഓക്കെ ഓക്കെ. പട്ടയം വേണമല്ലേ നമുക്ക്? ഓ അപ്പോൾ ഈ കറണ്ട് കിട്ടണമെങ്കിൽ പട്ടയം വേണം. പട്ടയം വേണം. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവർക്കും പട്ടയം ഉണ്ടാവുമല്ലോ അല്ലേ? എല്ലാ കൃഷി സ്ഥലത്തിനും പട്ടയങ്ങളാണ്. അപ്പോൾ ഇവിടെ പുറത്തുനിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? കേരളക്കാരുടെ കുറേ തോട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ആ ഭാഗത്തൊക്കെ അല്ലേ? അങ്ങനെ ഇവിടെ പിന്നെ കേരളത്തിൽ നിന്നുള്ള കുറേ ആളുകളൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇവിടെ ഒന്ന് ലാൻഡ് കുറച്ച് ചീപ്പായി കിട്ടുന്നുണ്ടല്ലോ ഇവിടെ. ഏക്കർ കണക്കിന് മേടിക്കണം. മിനിമം 25 ഏക്കർ 30 ഏക്കർ അങ്ങനെയൊക്കെ ലാൻഡ് മേടിച്ചിട്ട് അതിൽ ഇവിടുത്തെ ആളുകൾ തന്നെ കർഷകരായിട്ട് അവർ കൃഷി ചെയ്യും. അവർക്ക് കൂലി കൊടുത്താൽ മതി. അങ്ങനെയല്ലേ? ഇവിടുത്തെ ആൾക്കാരനല്ലേ പണിയെടുക്കുക? ഇവിടുത്തെ ലീസിന്, അതായത് സ്വന്തം ലാൻഡ് മേടിക്കാതെ ഇത്ര ഒരു വർഷത്തിന് 2 വർഷത്തിന് അഗ്രിമെന്റിൽ 5 കൊല്ലത്തിന് അങ്ങനത്തെ പരിപാടി ഉണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ലാൻഡ് സ്വന്തമായിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു 25 ഏക്കർ അല്ലെങ്കിൽ 30 ഏക്കർ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം ഒരു 5 വർഷത്തിനോ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനോ നമുക്ക് ലീസിന് എടുക്കാം. എന്നിട്ട് ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. അത് ഇവിടെ വിളയുന്ന ഏത് സാധനങ്ങളായാലും അത് അതിൻ്റെതായ രീതിയിൽ കൃഷി ചെയ്യാൻ അറിയുന്ന ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ ഉള്ള ഈ ഗ്രാമവാസികളൊക്കെ. അവരതിൽ കൃത്യമായിട്ടുള്ള എല്ലാ രീതിയിലും അത് ചെയ്തു തരും. നമ്മളവർക്ക് കൂലിയും മറ്റൊക്കെ അപേക്ഷിച്ച് കമ്മിയാണല്ലോ ഇവിടെ. ഇപ്പോൾ പൊതുവേ നമ്മളവിടെ പറഞ്ഞു കേൾക്കാറുണ്ട് ഗുണ്ടൽപേട്ടിലൊക്കെ അവിടെയൊക്കെ ആൾക്കാർ കമ്മി കൂലി മതി, 300 രൂപ കൂലി മതി. അതാണ്. അപ്പോൾ നമ്മുടെ മറ്റുള്ള സ്ഥലത്തൊക്കെ തേയിലത്തോട്ടങ്ങളിലൊക്കെ എസ്റ്റേറ്റുകളിലൊക്കെ കിട്ടുന്ന പോലെ അതിനേക്കാൾ കുറവാന്ന് തോന്നുന്നു. കാരണം അവിടെ ഇപ്പോൾ 400 രൂപ ഉണ്ട്, ഇവിടെ 300 രൂപ കൊടുത്താൽ മാത്രമേ. ലേഡീസിനൊരു കൂലി, ജെൻസിന് മറ്റൊരു കൂലി എന്നുള്ളൊരു രീതിക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ്. ഇതെന്താ പോണ് വണ്ടിമേ? ചെമ്മരിയാടുകളല്ലേ? നമ്മളിതിൻ്റെ ഉള്ളിലൂടെ ഒരു ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വന്നു. നമുക്ക് കറക്റ്റ് ആളെ ഉണ്ടോ കിട്ടിയത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലേ മൂർത്തി സാധാരണ ഈ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഈ പച്ചക്കറിയാണല്ലോ പ്രധാന പരിപാടി. ഇപ്പോൾ ലോഡ് എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഏതായാലും ആയിക്കൂടെ ഒക്കെ പോകാൻ പറ്റി. നമുക്ക് കുറേ ഉള്ളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിലെല്ലാം തോട്ടങ്ങളുണ്ട് ഇഷ്ടംപോലെ. പുത്തൻപുറ എന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇത് എന്തായിരുന്നു സ്ഥലം? ഹങ്കൽപുറ എന്ന് പറഞ്ഞാൽ മറ്റൊരു വില്ലേജിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ പിന്നെ ക്യാപ്സിക്കം ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ മഞ്ഞളൊക്കെ ഉണ്ട്, പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു ഷെഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താണെന്നറിയില്ല, ചോദിച്ചു നോക്കാം. ഇപ്പോൾ മൂർത്തി ഇവിടെ സ്ഥിരം ഇടയ്ക്ക് വരുന്ന ആളാണ്. അപ്പോൾ ഇതിനുള്ളിലാണ് ക്യാപ്സിക്കം. ശരി. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ചാവി അതിൻ്റെ ചാവിയല്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ വേണം പോകാൻ. ഓക്കെ, ഉള്ളിൽ പോയിട്ട് കാണാം. ഇതെന്താ നമ്മൾ ഈ കാണുന്നത് എന്ന് മനസ്സിലായോ? ഇതാണ് ക്യാപ്സിക്കം കൃഷി ചെയ്യണ രീതി. ഇത്ര ഏരിയ മൊത്തം കേട്ടോ. ഇതൊരു പന്തൽ പോലെ ഇതുണ്ട്, ഒരു മൊത്തം വലിയ അത്യാവശ്യം ഉണ്ട് കേട്ടോ. ഇത് മൊത്തം എത്ര ഉണ്ടാവും? ഒരു 1/2 ഏക്കർ മാത്രമാണ്. 1/2 ഏക്കർ മൊത്തം ഈ ഒരു പന്തലിട്ടിരിക്കണത് ക്യാപ്സിക്കം അല്ലേ? ഇതായോ ഇപ്പൊ സംഭവം? ഇത്
റെഡ് യെല്ലോ റെഡും മിക്സിംഗ് ആണ്. മിക്സിംഗ് ആണ്. എന്നിട്ട് പിന്നെ വേർതിരിക്കും പറിക്കുമ്പോൾ അല്ലേ? ഇപ്പോൾ കളർ ആയി വരുന്നുള്ളൂ. വരുന്നുള്ളൂ അല്ലേ? അത് ഇങ്ങനെ കളറായി. ഇതിപ്പോൾ മഞ്ഞയാവും അല്ലേ? റെഡാന്ന് തോന്നുന്നു. റെഡ്. അപ്പോൾ അപ്പോൾ പച്ചയുള്ളതൊക്കെ എല്ലാം മിക്സിംഗ് ആയിട്ടാണ് ഉണ്ടാവുക? ഇല്ല, പച്ചല്ല. ഇത് റെഡ് യെല്ലോ മാത്രം കിട്ടും. റെഡും എല്ലോ മാത്രം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ ഇത് റെഡ് ആൻഡ് യെല്ലോ ക്യാപ്സിക്കം മാത്രമാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അത് ആയി വരുന്നേ ഉള്ളൂ അല്ലേ? ആയിട്ടില്ല അല്ലേ? ഇപ്പോൾ ഇതിനിങ്ങനെ പന്തലിടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സൺലൈറ്റ് ആവശ്യമാണ്. പക്ഷേ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു സൺലൈറ്റ് ഇതിന് പാടില്ല. അപ്പോൾ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ആ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടത്തി വിടുന്ന രീതിയിൽ ഉള്ള ഒരു പിന്നെ ഒരു ഇതുകൊണ്ട് മറച്ചിരിക്കുകയാണ്. ഒരു സ്ക്രീനിട്ടിട്ട് റൂഫിങ് ചെയ്തിട്ട് അങ്ങനെ ആണ് ഈ ഒരു കൃഷി രീതി ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വെയിൽ വരുന്നുണ്ട്. പക്ഷേ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഈ ഇതിൽ വിളവിന് തട്ടൂല അങ്ങനെ. പക്ഷേ അതേ സമയത്ത് ആ സൺലൈറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും അതിന് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ യെല്ലോ ആൻഡ് റെഡ് 2 ക്യാപ്സിക്കമാണുള്ളത് ഉണ്ടല്ലേ? ഇത് റെഡ് ആയി വരുന്നേ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ഞാനൊരു മഞ്ഞ ഞാൻ കണ്ടിരുന്നു, അതവിടെ ഉണ്ട് ഉണ്ടല്ലേ? യെല്ലോ ക്യാപ്സിക്കം ഉണ്ടോ? യെല്ലോ ക്യാപ്സിക്കം ഇതേപോലെ കുറേ സ്ഥലത്തുണ്ടാവുമല്ലോ അല്ലേ കൃഷി? ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ? ഓ, അപ്പോൾ ഡിമാൻഡ് ഉണ്ട്. ശരി. അല്ല ഇതെല്ലാം പോണത് ഗുണ്ടൽപേട്ട മാർക്കറ്റിലേക്ക് തന്നെ? നേരെ ബാംഗ്ലൂർ. ഇത് ഗുണ്ടൽപേട്ട മാർക്കറ്റിൽ അവൈലബിൾ ആവില്ല? അത് ശരി. ഇത് അധികം എക്സ്പോർട്ടിങ് അങ്ങനത്തെ കാരണം നമ്മളിവിടുത്തെ ലോക്കൽ കുക്കിങ്ങിൽ അധികം നമ്മൾ ക്യാപ്സിക്കം ഉപയോഗിക്കണില്ല. ഇപ്പോഴാണ് കുറേയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പക്ഷെ മുമ്പൊന്നും തീരെ ഉപയോഗിക്കില്ല, എക്സ്പോർട്ട് മാത്രം. പക്ഷെ നമ്മളെ മറ്റുള്ള ഈ നോർത്തിലുള്ള ഫുഡ് അതേപോലെ തന്നെ വിദേശികളൊക്കെ കാണിക്കണം, അവരുടെ മാക്സിമം ഈ സാധനം ഉണ്ടാവും ക്യാപ്സിക്കം. നമ്മളവരെ കുക്കിംഗ് വീഡിയോസ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഈ മഞ്ഞയും യെല്ലോ നല്ല ഫിനിഷിങ് ആയിട്ടുള്ളത് ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ അതാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 1/2 ഏക്കറുള്ള സ്ഥലത്ത് മൊത്തം ഈ ഒരു പന്തലിട്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ക്യാപ്സിക്കമിൻ്റെ. ഓക്കെ, അടിപൊളി. ഇത് കാണാൻ പറ്റിയ ഒറ്റ കാരണം മൂർത്തിയാണ് അല്ലേ? മൂർത്തിയെ കണ്ടില്ല. ഞാനങ്ങനെ വന്ന് അതിലൂടെയൊക്കെ കണ്ടിട്ട് തന്നെ പോയിട്ടുണ്ടാവും. അതാണ് നമ്മൾ എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരാൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുന്ന ആൾ ഞാൻ റോഡിലൂടെ നടന്നിരുന്ന സമയത്ത് എന്നെ കണ്ട് വണ്ടിയിൽ നിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ, അതൊക്കെ ഒരു ഇതല്ലേ? അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെ കാണാൻ പറ്റിയതാണ്. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗ്ഗങ്ങളുണ്ടാവും. ചെറിയ ടൊമാറ്റോ ഇത് തക്കാളി തന്നെ അല്ലേ ശരിക്കും? പക്ഷെ ഇത്ര വലിപ്പം ആവുള്ളത്? എക്സ്പോർട്ടിൻ്റെ ഐറ്റമാണ്. എക്സ്പോർട്ട് ഇത്ര വലിപ്പമുള്ളൂ? ഇതാണ് ഇത്ര ചെറിയ ടൊമാറ്റോ. അതായത് തക്കാളിയാണ്, പക്ഷെ വേറൊരു രീതിയിലാണ്. ഇത് ഇത്ര വലിപ്പം വെക്കുള്ളൂ. അങ്ങനെയാണ്. ഇതൊക്കെ എക്സ്പോർട്ടിങ് അല്ലേ? ഇതെല്ലാം എക്സ്പോർട്ടിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ കൃഷികളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഊർന്ന അടി കൂടെ ഒക്കെ വന്നു. പക്ഷേ പുറത്തേക്ക് കിടക്കാം, കാരണം അതിൻ്റെ ആൾ എത്തി യഥാർത്ഥ ചാവിയായിട്ട്. അപ്പോൾ നമ്മൾ തുറന്ന് പുറത്തേക്ക് പോവാം. ഇവിടെ ഇങ്ങനെ നോക്കത്ത ദൂരം ഇങ്ങനെ കിടക്കുകയാണ് കൃഷിപ്പാടങ്ങൾ. ഇപ്പോൾ ഇവിടുന്ന് ഒരു പരിധി ഉണ്ടാവും. ഇതിപ്പോൾ മൊത്തം എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും ടോട്ടലായിട്ട്? 4 ഏക്കർ മിനിമം. എല്ലാ ഏക്കർ കണക്കിലുണ്ടാവുള്ളൂ അല്ലേ? ഇവിടെ തന്നെ ഉണ്ടോ എല്ലാ സ്ഥലവും ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ടാവും. പക്ഷേ എവിടെ ഒരു സ്ഥലം പോലും വെറുതെ കിടക്കുന്നുണ്ടല്ലോ, എല്ലാത്തിലും കൃഷി നടക്കുന്നുണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ശ്രീ ആഞ്ജനേയ അല്ലേ വണ്ടിൻ്റെ പേര്? ഓക്കെ. ഇത് നിൻ്റെ നമ്പറാ? വാട്സപ്പ് നമ്പർ? ഓക്കെ. ഗുണ്ടൽപേട്ടിനെ കുറിച്ച് ഇവിടുത്തെ ഈ ഏരിയനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷിയൊക്കെ സംബന്ധമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ വെജിറ്റബിൾസിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. മൂർത്തിയാണ്, മലയാളം സംസാരിക്കും, നന്നായിട്ട് മലയാളമൊക്കെ അറിയാം. ഓക്കെ. കുഴൽക്കിണറടിക്കുന്ന വണ്ടി കണ്ടില്ലേ? ഇവിടെ എപ്പോഴും ഇതിൻ്റെ വർക്കുകളുണ്ടാവും. അവിടെ ഒന്ന് നിൽക്കണ്, ഇവിടെ ഒന്ന് നിൽക്കണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കൃഷിക്കാർക്ക് അപ്പം ഇങ്ങനെ കിണറിൻ്റെ ആവശ്യങ്ങൾ, ബോറിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ വണ്ടി അത് തോട്ടത്തിനകത്തേക്ക് കയറി പോകുന്നു. അടിച്ചു അത് കയറി പോണേ. ഇവിടെ ഒന്ന് വെയിറ്റിങ്. போகணும் இடம் பார்க்கறதுக்கு சும்மா ഈ കുറെ റിസ്ക് ഉണ്ടാവില്ലേ ഇത് നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അല്ലേ? പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല.
சும்மா உங்கள் தோட்டம் பார்க்கலான்னு வந்தோம், இங்கே பார்க்கலான்னு வரோம். നമ്മൾ പുതിയ കൃഷിയിടങ്ങൾ തേടി പോവാണ്. ഇപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെ പുറത്ത് നിന്ന് കേരളത്തിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇപ്പം ഗൂഡല്ലൂർ ഭാഗത്തു നിന്നൊക്കെ കുറേ ആൾക്കാരോട് ഒന്ന് ലീസിനെടുത്തിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അവരെങ്ങനെയൊക്കെ കൃഷി ചെയ്യണം, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അങ്ങനത്തെ ഒരു കൃഷി സ്ഥലം തിരഞ്ഞു പോവാണ്. ഓക്കെ, വേറൊരു സ്ഥലത്തേക്ക് എത്തി. ഇതും മംഗളിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു കൃഷി സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ഏരിയുണ്ട്. ഇത് നമ്മൾ പറഞ്ഞത് നമ്മൾ പുറത്ത് നിന്ന് വന്ന് പാട്ടത്തിന് ഭൂമി എടുത്തിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ഗൂഡല്ലൂർ മണ്ണുവയൽ ഗൂഡല്ലൂർ മണ്ണുവയൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് കൃഷി ചെയ്യുന്നുണ്ട് അവർ പാട്ടത്തിനെടുത്തിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്നത് പാവലല്ലത് പാവലും ചൗച്ചൊക്കെ മിക്സിങ് ആയിട്ടാണ് ഒരേ പന്തലിൻ്റെ പടത്തിരിക്കുന്നത്. അവനിപ്പോൾ പാവലും ചൗച്ചൊക്കെ ഇവിടെയാണ് പ്രധാനപ്പെട്ട കൃഷി. അതായത് പാവലും ഉണ്ട്, ചൗച്ചവും ഉണ്ട്, ഒരേ പന്തലിട്ടിട്ട് അതിൽ കൃഷി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം സ്ഥലത്ത് എത്ര ഏക്കർ ഉണ്ടാവും? 10 ഏക്കർ സ്ഥലത്ത്. 10 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഉഴുതു മറിച്ചിട്ടിരിക്കുന്നത് അടുത്ത എന്തെങ്കിലും പരിപാടി ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്യും അല്ലേ? സീസൺ അനുസരിച്ചുള്ള സീസൺ അനുസരിച്ച്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ ഈ പച്ചക്കറി എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം ഇവിടെ കൃഷി ചെയ്യും. പക്ഷെ അതത് സാധനങ്ങൾക്ക് അതായത് സീസൺ ഉണ്ട്. ആ സീസണിനനുസരിച്ച് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം നമ്മൾ ഇവിടുത്തെ മൺവയലാണ്. മറുപടി എൻ്റെ ഊര് മൺവയൽ. മണ്ണുവയലാരാണ് ഇവരൊക്കെ. ഇവർ ഇവിടെ കൃഷി ചെയ്യാനായിട്ട് വന്ന കൃഷിക്കായിട്ട് വന്നതല്ലേ, പണിക്കായിട്ട് വന്നതല്ലേ? ശരി ശരി. അപ്പോൾ ഇതിൻ്റെ നടത്തിപ്പൊക്കെ വേറെ ആൾക്കാരാണ് പോയ ആൾക്കാർ. ഓക്കെ ഓക്കെ. ഇവരിവിടെ തന്നെ താമസിക്കും. ഷെഡ് ഉണ്ട്, അവിടെ പോയി താമസിക്കും, ഡെയിലി കൃഷി ചെയ്യും. വീട്ടിലേക്കൊക്കെ എപ്പോഴാണ് പോവാ? മാസത്തിലൊക്കെ പോകും. അല്ലാത്ത സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും കൃഷിയായിട്ട്. ഓക്കെ ഓക്കെ. ആളും കൂടി ഇരിക്കുന്നുണ്ട്. മുമ്പൊരു മലപ്പുറമാണ് അല്ലേ? പേര് മെയ്തിക്കുട്ടി. നിങ്ങൾ ഇതെടുത്ത് നടത്തണേ? സൂപ്പർ. മേൽനോട്ടമൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. മൂപ്പര് മലപ്പുറത്തുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ മേൽനോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഒരു ഇൻചാർജിലുള്ള ഒരാളാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം കൃഷി സ്ഥലങ്ങൾ തന്നെയാണ്. കണ്ടില്ലേ? നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച് അറിയില്ല. നമ്മൾ ഇപ്പോൾ ഈ പാട്ടത്തിനടുത്ത് നടക്കുന്നവരുടെ ടെൻഷൻ നമ്മളോട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് അതായത് ഒരു ഭാഗ്യപരീക്ഷണം പോലെയാണ്. എല്ലാ സമയത്തും ഒരുപാട് പ്രതിസന്ധികളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ മറികടന്നിട്ട് വേണം അവസാനം ഈ ഒരു സംഭവം നമ്മൾ പുറത്തെടുക്കാനായിട്ട് കൃഷി ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ എന്തും സംഭവിക്കും. ഇപ്പോൾ ഇവർ 2 വർഷത്തെ ഒരു അഗ്രിമെൻറ്റിലാണ് ഈ ലാൻഡ് അഗ്രിമെൻ്റ് ചെയ്തിട്ടാണ് ഈ പാട്ടത്തിനെടുക്കുന്നത്. പിന്നെ ആ സമയത്ത് കൃഷി ഉൽപ്പന്നങ്ങളായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ആ അഗ്രിമെൻ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും പുതുക്കി വീണ്ടും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നെ ഇവിടെ ലാൻഡ് ഉഴുതു മറിക്കുന്നത് മുതൽ ഓരോ പ്രോസസ്സിങ്ങിനും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ട്രാക്ടർ കൊടുന്ന് ഉഴുതു മറിച്ചിട്ടാണ് ഈ ഒരു നിലങ്ങളൊക്കെ വന്നിട്ട് ഈ ഒരു കണ്ടീഷനിലാക്കി എടുക്കുന്നത്. അതും ഓരോ ടെറൈനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാക്ടറിൻ്റെ സാമഗ്രികൾ കൊടുത്തിട്ട് വേണം അത് ഉഴുതു മറിക്കാനായിട്ട്. അപ്പോൾ ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാടകയാണ്, വേറെ ചാർജുകളാണ്. മണിക്കൂറിന് വെച്ചിട്ടുള്ള മണിക്കൂറിന് എത്ര വരും? അതിനനുസരിച്ച് അതിൽ മണിക്കൂറിന് 1000 ഉണ്ട്, 900 ഉണ്ട്, 1500 അങ്ങനെ പല റേറ്റിലാണ് ഈ ട്രാക്ടർ നമുക്ക് വാടകയ്ക്ക് കിട്ടുന്നത്. ഇതെല്ലാം ഉഴുതു മറിച്ച് ഇതാക്കി ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയത്ത് ഇവിടെ പ്രതികൂലമായി ഇവിടെ ഭയങ്കര കാറ്റുള്ള സ്ഥലങ്ങളുണ്ടാകും. അന്നേരം നമുക്ക് ഇതുപോലത്തെ പാവലിൻ്റെ പന്തലുകളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് ഈ പന്തലൊക്കെ ഇട്ട് അതിന് മരുന്നടിക്കണ കുറേ പ്രോസസ്സിങ്ങുകളൊക്കെ ഉണ്ട്. ഈ ഫെർട്ടിലൈസർ കൊടുക്കണ പ്രോസസ്സിങ്, കീടനാശിനികൾ, ഇതൊക്കെ നമുക്ക് അടിക്കുന്ന സമയത്തൊക്കെ ഈ ഭയങ്കര കാറ്റ് കാരണം ഇതെല്ലാം സ്പോയിലായി പോകും. അങ്ങനെ അതിൽ കുറേ നഷ്ടം സംഭവിക്കും. അങ്ങനെ ഇതെല്ലാ പ്രതിസന്ധികളും കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഇവിടുന്ന് ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കർഷകർക്ക് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതിന് വില കിട്ടണം. പക്ഷേ അതിന് വില തക്കതായിട്ടുള്ള ഒരു അധ്വാനത്തിനുള്ള ഒരു വില കിട്ടൂല എന്നുള്ളൊരു ഇവരുടെ ഒരു പരാതിയാണ്. പക്ഷേ ഇത് മാർക്കറ്റിൽ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഉപഭോക്താക്കളെ കയ്യിലെത്തുമ്പോൾ ഇതിനാണെന്ന് വെച്ചാൽ ഭയങ്കര വിലയും വരും. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് അതിൻ്റെതായിട്ട് വില കിട്ടുന്നുമില്ല. എന്നാൽ മാർക്കറ്റിൽ വന്ന് പിന്നെ അത് നമ്മുടെ പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ഇതിന് വില കൂടും ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഇടനിലക്കാരുടെ കയ്യിലാണ് ഇതിൻ്റെ എല്ലാ വില നിർണ്ണയവും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ
18 രൂപ 15 രൂപ 12 രൂപയൊക്കെ ഉള്ളിക്ക് വിലയുള്ള സമയത്ത് ഇവരിവിടുന്ന് കൊണ്ടുപോയി വിൽക്കുകയാണ്. മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് 10 രൂപയ്ക്ക് 8 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ വിൽക്കുകയാണ്. എന്നിട്ട് ഇവർ വണ്ടി കയറി നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ മാർക്കറ്റിൽ കട ഉള്ളി അവിടുത്തെ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് അവരവിടെ ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ വില എത്ര എന്നറിയും? 60 രൂപ 65 രൂപ വിലയാണ്. അപ്പോൾ ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നത് ഇതിൻ്റെ ഇടയിലുള്ള ഇടനിലക്കാരാണ്, മാർക്കറ്റ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കർഷകർക്കൊന്നും കിട്ടുന്നില്ല, ഉപഭോക്താക്കൾക്ക് വിലയും കൂടുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ലാഭം മൊത്തം കിടക്കുന്നത് ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിന്നിട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ മാത്രമാണ് ഇതിൻ്റെ ലാഭങ്ങളൊക്കെ പോയി ചേരുന്നത്. ഇവിടെ ഒരു കുളം കണ്ട, ഇത് മഴക്കാലത്ത് വെള്ളം വന്ന് കെട്ടി നിൽക്കുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഇവിടുന്ന് കൃഷിക്ക് വെള്ളം എടുക്കൊന്നുമില്ല, പക്ഷേ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൃഷി സ്ഥലങ്ങളിലുള്ള എല്ലാ ബോറിലും വെള്ളം കിട്ടും. അപ്പോൾ അവർക്ക് ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പം മഴ കുറവാണെങ്കിലും പക്ഷെ ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട് ഇപ്പോഴും. അങ്ങനെ നമ്മൾ തിരിച്ച് അങ്കള ടൗണിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു ചായ ഒക്കെ കുടിച്ചിട്ട് അടുത്ത പരിപാടി. അപ്പോൾ മൂർത്തിനി ഇവിടെ തന്നെ അങ്ങനെ വൈകുന്നേരം വരെ സമയം ചെലവഴിക്കും. ഓട്ടോ ഒന്നും വന്നിട്ടില്ല. വരില്ലേ? അപ്പോൾ നമ്മുടെ മൂർത്തി ഈ പച്ചക്കറി സംബന്ധമായിട്ടുള്ള ഓട്ടങ്ങൾ പോണ ഒരു പിക്കപ്പാണ്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് അവിടെ നിൽക്കും. പിന്നെ കോണ്ടാക്ട്സിനെല്ലാം ഫോൺ കോൾസ് ആണ്, കോൾ വരുമ്പോൾ പോകും, അങ്ങനല്ലേ? അപ്പോൾ നമ്മളിവിടെ ചായ ഒക്കെ കുടിക്കാം. ഇത് എഗ് പഫാ? ശരി, എഗ് പഫ്സ്. എനിക്ക് ഇവിടുത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് പറഞ്ഞാൽ കാരണം നമ്മുടെ നാട്ടിൽ ചായ അല്ലല്ലോ ഇവിടെ ഒരു കുറച്ച് ടിക്കാഷനൊക്കെ കൂടുതൽ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ എപ്പോൾ വന്നാലും ചായ കുടിക്കും ഇവിടെ. ഞങ്ങൾ തിരിച്ച് പിന്നെ അങ്കള തന്നെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇവിടെ വേറെ കുറേ സ്പോട്ടുകൾ നമ്മൾ കർണാടകൻ്റെ ചില ഉൾഗ്രാമങ്ങളൊക്കെ ഇനി എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ഇങ്ങനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വേറെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മൂർത്തി ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഫ്രീ ഉള്ള സമയത്ത് നമ്മൾ വീണ്ടും വന്നിട്ട് ഇവിടുത്തെ കുറേ ഏരിയകളൊക്കെ കണ്ടിട്ട് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ കൃഷി സ്ഥലങ്ങളുണ്ട്, മാർക്കറ്റ്, ചന്ത, അതെല്ലാം ഉണ്ട്. അതിലൊരുപാട് നമുക്ക് കാണാനുണ്ട്. വരുന്ന വീഡിയോകളിൽ കാണാം. പിന്നെ നമ്മുടെ തേയിലപ്പൊടിൻ്റെ കാര്യം, പിന്നെ തേയിലപ്പൊടി ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി, ഞാൻ അയച്ചു തരുന്നുണ്ട് എല്ലാ അഡ്രസ്സിലേക്കും. അത് കൂടുതലൊരു ഭാഗത്തേക്ക് വരാത്ത ആളുകളോടാണ് കൂടുതലായിട്ട് ഈ തേയിലപ്പൊടിൻ്റെ പ്രിപ്പയർ ചെയ്യണത്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് മേടിക്കുകയാണെങ്കിൽ കുറച്ച് വില കുറഞ്ഞൊക്കെ കിട്ടും. നമ്മൾ ചെറിയൊരു പിന്നെ വാട്ടർ ചാർജൊക്കെ ചേർത്തിയല്ലേ മേടിക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ തേയിലപ്പൊടി ആവശ്യമുള്ളവർ എന്തായാലും നമ്മളെ ബന്ധപ്പെടുക, നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ ഏകദേശം ഞാൻ ഇപ്പോൾ സമയം 12 മണി. അങ്കള വെച്ച് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. അപ്പോൾ ബൈ.